ഹായ്, സുഖല്ലേ? ഇന്ന് നമുക്ക് ഗുജറാത്തി സ്പെഷ്യൽ ദാൽ ശങ്കരി ഉണ്ടാക്കാട്ടുള്ളൂ. 3 ചേരുവ മതി, 10 മിനിറ്റും. ഇതുപോലെ നല്ല ബോക്സിൽ അടുക്കി നമുക്ക് ഗിഫ്റ്റുമായിട്ട് കൊടുക്കാനും ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ബേക്കറിയിൽ കിട്ടണം അതേ സ്റ്റൈലിൽ തന്നെ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒരു പരന്ന പ്ലേറ്റിലോ എന്തിലെങ്കിലും ഷീറ്റിലോ മറ്റേ ഇതുപോലെ നെയ്യ് തടവി വെക്കണം. പിന്നെ ഇതിന് നമുക്ക് വെളുത്ത എള്ളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ വെളുത്ത എള്ള് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പല പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ പേരെന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോളൂ. അപ്പോൾ ഇതാ ഒരു ബൗള് വെളുത്ത എള്ളെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതി ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഏലക്ക വേണം. പിന്നെ ഒരു സ്പൂൺ നെയ്യ് വേണം കേട്ടോ. അഥവാ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ വേണമെങ്കിലും ഒഴിക്കാൻ കുഴപ്പമില്ല. ഇനി നമുക്ക് ആ എള്ള് നന്നായിട്ട് മണം വരണം, നല്ല വാസന വരണ മാതിരി വറുത്തെടുക്കണം. അപ്പോൾ ഈ സ്വീറ്റിന് നല്ല നെയ്യിൻ്റെയും ഈ എള്ള് വറുത്ത വാസന കേട്ടോ വേണ്ടത്. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പി ആയിരിക്കണം. ഇതിൻ്റെ മെയിൻ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ ക്രിസ്പി ആയിട്ട് പൊട്ടിക്കാൻ പറ്റണം. അപ്പോൾ ഈ നമ്മുടെ എള്ള് നന്നായി വറുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ചീഞ്ചട്ടിയിലേക്ക് 2 സ്പൂൺ വെള്ളം കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം, നമ്മുടെ വെല്ലം. അപ്പോൾ ഇതിൽ മെയിൻ നമ്മളുടെ ശ്രദ്ധിക്കേണ്ടത് ഈ പാവ് കാച്ചണിയിലാണ്. ഈ പാവ് കാച്ചുമ്പോൾ തന്നെ അടുത്തൊരു പാത്രത്തിൽ തണുത്ത വെള്ളം വെച്ചോളൂ. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇറ്റിച്ച് നോക്കണം. അപ്പോൾ നോക്കൂ, ഇതിങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ പാവ് പാകമായിട്ടില്ല എന്നർത്ഥം. കണ്ടു, ഇത് സോഫ്റ്റായിട്ട് ഇങ്ങനെ വലിയല്ലേ ചെയ്യണം. ഇങ്ങനെയല്ല വേണ്ടത്. ഇതിങ്ങനെ നമുക്ക് കടക്കായിട്ട് ഇങ്ങനെ പൊട്ടും, ടിക്കുന്നിങ്ങനെ ഒരു ശബ്ദം വരും. അതാണ് ആ പാവിൻ്റെ പാകം കേട്ടുള്ളൂ. അപ്പോഴാണ് നമ്മളുടെ സ്വീറ്റും ഇങ്ങനെ ടക്കെന്ന് പൊട്ടിക്കാൻ പറ്റുക. അതേ ക്രിസ്പിനെസ് നമുക്ക് കിട്ടുള്ളൂ. വെള്ളത്തിൽ ഒറ്റിച്ച് നോക്കൂ. എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഇതെനിക്ക് തോന്നുന്നത് ആയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ കളറ് ചേഞ്ച് ആയിട്ട് നല്ല പതഞ്ഞ് വരുമ്പോൾ അത് ആവാറായി എന്നർത്ഥം. ഇത് നോക്കൂ, ഇതിങ്ങനെ പൊട്ടാറായിട്ടുണ്ട്. ഇനി ടക്കെന്നിങ്ങനെ പൊട്ടും. ഇതാണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാവ് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് ഏലക്കപ്പൊടി, നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ 2 ഏലക്കട, ആ പൊടി കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ എള്ളും ചേർത്തി കൊടുക്കാമല്ലോ. ഇനിയുള്ള പ്രോസസ്സിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം, പെട്ടെന്ന് കട്ട പിടിക്കും ഇത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് അല്ലേ ഒരു പ്ലേറ്റിൽ. അപ്പോൾ അതേമാതിരി പുരട്ടി വെച്ചോളൂ കേട്ടോ. ഇനി ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് നമ്മളുടെ ഗ്യാസ്. ഇനി 1 സ്പൂൺ നെയ്യ്, ഇത്രയേ നെയ്യ് എനിക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇത് ഹെൽത്തി സ്വീറ്റ് തന്നെയാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ അതേ പെർഫെക്ഷനിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വെറും 10 മിനിറ്റ് മതി. അപ്പോൾ ഇത് മകരസംക്രാന്തിക്കും നമ്മളുടെ ദീപാവലിക്കൊക്കെ സ്വീറ്റായിട്ട് ഗിഫ്റ്റായിട്ടൊക്കെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതാണ്. കടയിൽ വാങ്ങാൻ പോണതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്കിത് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലത്തെ അതിനേക്കാളും ടേസ്റ്റിൽ. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആ നെയ്യ് പുരട്ടിയ ഷീറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടുള്ളൂ. എന്നിട്ട് ഇതൊരു പരന്ന പ്ലേറ്റ് കൊണ്ട് ആദ്യം ഇങ്ങനെ ഒന്ന് ആക്കിക്കോളൂ. കൈ തൊടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ടാവും. പാവല്ലേ ശർക്കരയുടെ. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ തോല് അതിൽ ഒട്ടിപ്പിടിക്കും, അങ്ങനെ പോവും. അപ്പോൾ താൽശങ്കരി ആവില്ലേ, പിന്നെ അത് തോൽ ശങ്കരി ആവട്ടുള്ളൂ. അപ്പോൾ സൂക്ഷിച്ചോളൂ. അപ്പോൾ കൈ കൊണ്ട് തൊടാൻ നിൽക്കണ്ട, ഒരു പ്ലേറ്റ് കൊണ്ട് പരത്തും ആദ്യം. എന്നിട്ട് പിന്നെ നമ്മളുടെ ചപ്പാത്തി പരത്തണ കോലുകൊണ്ട് നല്ല നൈസായിട്ട്, നമുക്ക് എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അതുപോലെ പരത്തിയിട്ട് ഇതുപോലെ വരയിട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് വെച്ചാൽ. ഇനിയിപ്പോൾ സർക്കിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുപ്പിയുടെ അടപ്പുകൊണ്ട് മൂടി കൊണ്ടൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. കത്തി കൊണ്ട് ഇതുപോലെ വരട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ക്ഷമിച്ച് ഒരു 5 മിനിറ്റെങ്കിലും 10 മിനിറ്റെങ്കിലും ക്ഷമിച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതപ്പോൾ നമ്മളുടെ ഇത് അരികുന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. എനിക്കൊത്തിരി ക്ഷമ കുറവാണ്. ഞാൻ എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടിയൊക്കെ നോക്കിയിട്ടുണ്ടത്. അപ്പോൾ അത് വരുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാലും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചൂടാറി തന്നെ ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ നല്ല വലുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഒരുപാട് കിട്ടും. പിന്നെ ഈ സൈഡത്തേക്ക് ഷേപ്പ്ലെസ് ഉള്ളതൊക്കെ നമുക്കിങ്ങനെ വെറുതെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാമല്ലോ. അപ്പോൾ ഇതിന് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല പേരാണ്. തിൽസാംഗ്ലി, തിൽഗുഡ്, അങ്ങനെ തിൽപ്പപ്പടി, തിൽച്ചിക്കി. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പേര് കമൻറ്റ് ചെയ്യൂ കേട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ടക്കെന്ന് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടി വരണം. ക്രിസ്പിയായിട്ടാണ് അതിൻ്റെ കറക്റ്റ് പാകം. അത് നമ്മൾ പാവ് കാച്ചുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടുള്ളൂ. ഇനി ഇത് അതുപോലെ നല്ലൊരു ബോക്സിൽ ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദീപാവലി, ദസറ, മകരസംക്രാന്തി പോലുള്ള സമയങ്ങളിൽ ഇവിടെ നമ്മൾ പുറമേ നിന്ന് സ്വീറ്റ്സ് വാങ്ങിയിട്ടല്ലേ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ബേക്കറിയിലെ സെയിം ടേസ്റ്റിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് ഇത് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കി നമുക്കും കഴിക്കാം. ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റും ചെയ്യാം. നല്ല ഹെൽത്തി സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഹൈപ്പും തരണേ. നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.